ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നു. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്റ് അത് വരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടുകയാണ്. ഒന്ന് പിടിക്കേ. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് തങ്കച്ചി വല്യമേ, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ഗൗരി വരുന്നത് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഭേദം തങ്കച്ചി വല്യമ വന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാ വന്നേ. ഗൗരിയെ പോലെ ഒരു നല്ല അയൽവാക്കം കിട്ടിയത് എന്റെ ഭാഗ്യം. എനിക്ക് ആകെയുള്ള ഒരു മകൻ വിനോദ്. അവൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ. ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ അനിയും വേലായുധൻ തമ്പി ചുറ്റിക്കറങ്ങി നടക്കുന്നു. നാട്ടിൽ നിന്ന് 2 അന്തരവന്മാര് വന്നിട്ടുണ്ട്, രാകേഷും രമേശും. ശങ്കു, ഒന്നിങ്ങി വന്നേ. ഇവനാണ് ഞങ്ങളുടെ ശങ്കു. ഇവൻ ഞങ്ങളുടെ ബാല്യക്കാരൻ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. കരാട്ടയിൽ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്. സൂക്ഷിക്കണം. പുള്ളി കൊള്ളാമല്ലോ. ശങ്കു, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അമ്മായി, ഇതാ ഞാൻ പറഞ്ഞത്. തങ്കച്ചേനമ്മേ, ആരാ ഇത്? ഇത് എന്റെ അന്തരവ് രാകേഷ്. ഹലോ. ഇത് ബാല്യകാല സഖി ഓമന. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി. അമ്മായി, ആ പോയത് ആരാണ്? അത് നമ്മുടെ അയൽപക്കത്തെ മാളഭട്ടിന്റെ മകളില്ലേ, പേര് ഗൗരി. നമ്മുടെ മാളഭട്ടിന്റെ? നമ്മുടെ മാളഭട്ട. മാളഭട്ടിന്റെ പേര് കൊള്ളാം, ഗൗരി. ശരിയാ, നല്ല പേരാ, ഗൗളി. ചുമരിട. നിങ്ങൾ അകത്തേക്കല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അയ്യോ, വേണ്ടാമായിരുന്നു. അമ്മായി, അവന് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മായി ആഹാരം എടുക്കുക. എന്നാ ഞാൻ കൂടെ വരാം. അല്ല, രമേശ് എവിടെ? അവനിപ്പോ രമേശ് ഒന്ന് കറങ്ങാൻ പോയതാ. ആ റേഡിയല്ലേ, അവൻ കറങ്ങാൻ പോയൊന്നും അല്ല അമ്മായി, അവനാള് മുങ്ങിയതാ. ഇനി എവിടെ പൊങ്ങുമോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്തതെന്ന്. മൂച്ചടിച്ചാ ഇന്നലെ അടി കൊണ്ട് വരെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വരാം. എഴുതിക്കോളൂ. ആസ് പെർ ഇൻഡീസെന്റ് എക്സിബിഷൻ ആക്ട് ബ്രാക്കറ്റിൽ വിമൻ പ്രൊഹിബിഷൻ 1986 we have to you may go now. Yes sir. സർ, എന്റെ കേസ് ഒന്ന് ഒതുക്കി തരണം സർ. നെവർ, ഒരിക്കലും സാധ്യമല്ല. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പ്ലീസ് സർ, എന്നെ ഒന്ന് സഹായിക്കണം സർ. ഒരു പോലീസ് ഓഫീസറായി നിങ്ങൾ കൈക്കൂലി വാങ്ങുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു. സർ, അത് നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറിന് പദവി അധികാരം ഉണ്ടെന്ന് വെച്ച് അഹങ്കരിക്കണ്ട. സാറിന്റെ അധികാരമാണോ മാണിക്യ സാറിന്റെ ശക്തിയും സ്വാധീനവുമാണോ വലുതെന്ന് നമുക്ക് കാണാം. You bloody take this and get lost. ഹലോ, മാണിക്യ സാറല്ലേ? ഞാനാണ്. വിനോദ് ഒതുങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അയാളെ ഒതുക്കിയേ പറ്റൂ. ഓക്കെ സാർ. ഗൗരി, അച്ഛനെവിടെ? അപ്പ കടയിലാണ്, ഉച്ചയ്ക്ക് വരും. എന്ത് ജാനകിയല്ലേ? 2 ദിവസമായിട്ട് മോളെ കാണുന്നില്ലല്ലോ.
പരീക്ഷയായിരുന്നു അതാ. ആ ആ അപ്പ ഇതാർക്കാണിത്? എന്താണോ ജാനകിയമ്മ പതിവില്ലാതെ നിങ്ങൾക്ക് വരാൻ കൊടുത്തത്? അടുത്ത ഞായറാഴ്ച എന്റെ 60ാമത്തെ പിറന്നാളാണ്. അതുകൊണ്ട് അച്ഛനും മോളും ചേട്ടനും പ്രത്യേകിച്ച് വരണം. എന്താ പൊണ്ണേ, ജാനകിയമ്മയുടെ കല്യാണത്തിന് വരാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കല്യാണത്തിന് വരാൻ കൊടുക്കാനാണ്? അയ്യോ കല്യാണല്ല, പിറന്നാള്. രണ്ടും ഒന്ന് തന്നെയാണോ? കല്യാണം തന്നെയാണ് പിറന്നാള്. മോള് പോണോട്ടോ. മോള് പ്രത്യേകിച്ച് വരണം കേട്ടോ. ശരി വല്യമ്മേ. ആ പപ്പടവും പ്രഥമനും എല്ലാം എല്ലാം ഉണ്ടാവും. തിന്നാൻ കൊടുക്കാനായിട്ട് പാവം. ആണുങ്ങളെ കുറച്ച് മിടുക്കൊക്കെ വേണം. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മാവൻ പറയുന്നത്? എടാ, ഈ കോശിച്ചായനും കുഞ്ഞു മുഹമ്മദും പെശകാണെന്ന് പണ്ട് മുതലേ എനിക്കറിയാം. നിങ്ങളല്ലാതെ അവർ പറയുമ്പോൾ കേൾക്കോ? സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേർക്ക് എഴുതി തരുന്നതിന് അവര് സഹായിക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് അറിയാവോ അമ്മാവന്? അതിനുവേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞത്. അമ്മാവനെ കാണരുത്, സംസാരിക്കരുത്, കൂട്ടത്തിൽ വല്യമാരുടെ സ്വഭാവം മാറി. സ്വയം അധ്വാനിക്കണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് സ്വത്തുക്കൾ ഞങ്ങൾക്ക് എഴുതി തരും എന്നൊക്കെ പറഞ്ഞ് തെങ്ങും തോപ്പിൽ ഞങ്ങളെ കൊണ്ട് പകൽ പണിയെടുപ്പിച്ചു. അതിൽ നിന്നെക്കാളും എടുക്കാൻ ഞാൻ തന്നെയാ. ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല. പിന്നെ ആര്? ഞാനാ പണിയെടുത്തത്? നീയല്ലേ? നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി വരാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കാം. ഇപ്പം പറയുന്നതാ ശരി. എന്നെ ഇവനെ അവന്മാര് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എങ്ങനെ? അതൊക്കെ പഴയ കഥയാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേല ഇതാ. അതിന് വരെ കിട്ടിയിട്ട് വേണ്ടേ? രാവിലെ എണീറ്റ് പോകും കറങ്ങാൻ. അല്ലെങ്കിൽ ഈയിടായിട്ട് ഇവന് കറക്കം കുറച്ച് കൂടുതലാ. വേണ്ട വേണ്ട, എന്നോടും കൂടിയാ. തിരിച്ചു വരുന്നതോ പാതിരാത്രിക്ക്. ആര് പറഞ്ഞു? ആരും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്ക്. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട്. ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ, വല്യമ്മായിയോട് ഞങ്ങൾക്ക് ദേഷ്യോ? എങ്കിൽ പിന്നെ വല്യമ്മായുടെ 60ാം പിറന്നാളാണ്, ഞങ്ങളെല്ലാം നേരത്തെ വരുമോ? ആ സമയം കൊറേ കിടന്നുറങ്ങണം. നാളെ കുറച്ച് പണിയുണ്ട്. നാളല്ലേ പിറന്നാള്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വരണം വരണം മാണിക്യ സാർ, എന്നെ അനുഗ്രഹിക്കൂ. ഗോഡ് ബ്ലെസ് യു. ഇരിക്കൂ സാർ. ഗെറ്റ് ബാക്ക്, ഗെറ്റ് ബാക്ക്. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ തങ്കച്ചി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഏവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മ ഒരു പാട്ടിടാൻ കൊടുക്കണേ ആൾ. പാട്ട് പാടുന്നതായിരിക്കും. ഒരു പാട്ടിടൂ. ജ്ഞാനപ്പഴത്തെ പിന്ത് നമസ്കാരം വല്യമ്മ. അല്ല വിനോദോ, എന്തുണ്ട് വിശേഷം? ഞാൻ അമ്മാവനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ഇവിടേക്കുള്ള വഴി നീ മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി. പേര് കേട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനല്ലേ? ഇപ്പോഴെങ്കിലും ഈ വലിയമ്മാവനെ വന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വല്യമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി. എന്താ അത്? അമ്മാവന്റെ ആ 2 കാര്യസ്ഥന്മാരുണ്ടല്ലോ, കോശയും കുഞ്ഞു പോകുമ്പോ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വല്യമ്മാവൻ വിചാരിക്കും പോലെ അല്ല അവരെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. അമ്മാവനൊരു ഹിന്റ് തരാമെന്ന് കരുതി, അത്രമാത്രം. എനിക്കിനി കൂടുതലായി ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ഇത് പറയാനായിരുന്നെങ്കിൽ നിനക്കൊരു കത്തയച്ചാ പോരെ? കത്തയച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ല. ഇതിനു മുമ്പ് 1-2 കത്തുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരോട് അസൂയ. ബോസ് നമ്മൾക്ക് വരാൻ പറഞ്ഞു. നമ്മളെ കാണാൻ വിളിച്ചതാണോ അതോ വല്ലതും പറയാൻ വിളിച്ചതാണോ പണ്ടാരം? ഇത് കൂടെ ആർക്കില്ലേടാ? അയ്യോ, അങ്ങനെ പറയരുതേ. ബോസ് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. நான் வான்னு சொல்றேன். പറഞ്ഞു. நீங்க வந்தீல்ல? വന്നു. உட்கார சொல்றேனா? ഇല്ല. நான் சொல்லாத காரியத்தை ஏட்டா பண்ண.
എനിക്ക് ആരെയും വഞ്ചിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഇഷ്ടമില്ല. മറിച്ച് എല്ലാവരെയും സഹായിക്കണം, പ്രത്യേകിച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരെ. വേണം തിരുമൽ ദേവ, എല്ലാവരെയും സഹായിക്കാൻ കൊടുക്കാൻ. യാര്? ആ തിരുമൽ ദേവ, ഈ പട്ടാർക്കാരിൽ നമ്മളെ തള്ളി നാശമാക്കി പട്ടാറം. നിന്നെ 3 ദിവസത്തിനകത്ത് പാമ്പ് കടിക്കും, നോക്കിക്കോ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിക്കും, നോക്കിക്കോ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു, എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, എന്റെ അച്ഛൻ അയാൾ തല്ലി ചതച്ചു. ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദനമുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട. സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പി ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധൻ തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കാനോ? അസലായി. വാ. എന്താ തമ്പി, ഇവൻ പറയുന്നത് ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. അയാളെന്നെ അടിക്കരുത്, എന്നെ വേണമെങ്കിൽ അടിച്ചോ. എന്നെ അല്ല, എന്റെ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ശ്രമിക്കണം സാർ. ഒറിജിനൽ പോലീസ് മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേന്. അയ്യോ.